Anora Organics ന്റെ Rejuvenator Gold 32+. And it's not about overnight magic. ഇന്ത്യയിലെ നിരവധി പ്രമുഖരായിട്ടുള്ള സെലിബ്രിറ്റീസ് റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് വനോറ ഓർഗാനിക്കിന്റെ റിജുവിനേറ്റർ 32 എന്ന് പറയുന്ന ഓവർനൈറ്റ് ക്രീം. ഇത് ശരിക്കും നല്ലതാണോ അല്ല വെറും തള്ളാണോ നമുക്ക് നോക്കാം. ഇതുപോലെ ഓവർ ഹൈപ്പ് തന്നിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മളെ സ്കിന്നിന് നല്ലതാണോ അല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കും. ഇതിലെ പ്രധാന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒന്ന് ഗോൾഡ് കൊളോയിഡ്, പിന്നെ ഉള്ളത് സാഫ്രൺ, പിന്നെ നയാസിനമൈഡ്, പിന്നെ ഉള്ളത് ബൈറിൻ ഫ്ലവർ ആസിഡ്. ഇവയൊക്കെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ്. ഗോൾഡ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഗോൾഡിനെ നമ്മൾ നാനോ പാർട്ടിക്കിൾ ഫോമിലേക്ക് മാറ്റിയിട്ട് വെള്ളം അല്ലെങ്കിൽ ഏതെങ്കിലും ദ്രാവകത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള മിശ്രിതത്തിനാണ് ഗോൾഡ് കൊളോയിഡ് എന്ന് പറയുന്നത്. ഈ ഗോൾഡിന് ഒരു റിജുവിനേറ്റീവ് ആക്ഷൻ ഉണ്ട്. ആയുർവേദ പ്രകാരം ഇതിനെ ഒരു രസായന ഔഷധമായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ സ്കിൻ ഇലാസിറ്റി വർദ്ധിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മൈക്രോ സർക്കുലേഷൻ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ നാനോ ഗോൾഡ് പാർട്ടിക്കിളിന്റെ മേലെ റിസർച്ച് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും കൂടുതൽ റിസർച്ച് വർക്കുകൾ നടന്നു വരാനുണ്ട്. പക്ഷേ ആയുർവേദ പ്രകാരം ഇതൊരു രസായന ഔഷധമായിട്ടാണ് ഉപയോഗിക്കുന്നത്. കുങ്കുമത്തിനകത്ത് ക്രോസിൻ ആൻഡ് സാഫ്രിനാൽ എന്ന് പറയുന്ന രണ്ട് ഘടകങ്ങളുണ്ട്. ഇത് ട്രയോസൈൻ എന്ന് പറയുന്ന എൻസൈം പ്രൊഡക്ഷനെ സപ്രസ് ചെയ്യും. അതുകൊണ്ട് തന്നെ മെലാനിൻ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ഹൈപ്പർ പിഗ്മെന്റേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് നയാസിനമൈഡ്. നയാസിനമൈഡ് നമ്മളെ കൊളാജിൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്ത് നമ്മളെ സ്കിൻ ബാരിയറിനെ ഹെൽത്തി ആയിട്ട് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ബൈറിൻ ഫ്ലവർ ആസിഡ്. അതായത് നമ്മളെ മുല്ലപ്പൂ, ചെമ്പരത്തി എന്നിവയിൽ നിന്ന് എടുക്കുന്ന ആസിഡാണ് ബൈറിൻ ഫ്ലവർ ആസിഡ്. ഇത് നമ്മളെ ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനും സ്കിന്നിൻ്റെ അബ്സോർപ്ഷൻ ലെവൽ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓവറോൾ നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്കിൻ ഹെൽത്തിന് ഹെൽപ്പ് ചെയ്യുന്നവയൊക്കെ തന്നെയാണ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇതിൻ്റെ അകത്ത് റെറ്റിനോയിഡ്സും ആഡ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. ഈ റെറ്റിനോയിഡ്സ് ചില ആൾക്കാർക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. നിങ്ങൾ ഏത് ക്രീം ഉപയോഗിക്കുന്നതായിക്കോട്ടെ ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കുറച്ച് ക്രീം എടുത്ത് നമ്മൾ സ്കിന്നിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പുരട്ടി നോക്കുക. പുരട്ടിയതിന് ശേഷം അത് ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സെലിബ്രിറ്റി സ്കിന്നും ആ ഗ്ലോനെസ് ഒക്കെ കണ്ട് നമ്മൾ ഈ ക്രീം വാങ്ങിക്കും. ഈ ക്രീം എന്നല്ല ഏത് ക്രീം ആയിക്കോട്ടെ, നമ്മൾ ആ ക്രീം വാങ്ങിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെലിബ്രിറ്റീസ് ഈ ക്രീം മാത്രം പുരട്ടിയത് കൊണ്ടല്ല അവർ സ്കിന്നിത്തെ ഗ്ലോ ആയിട്ട് നിൽക്കുന്നത്. അവർ കൃത്യമായിട്ട് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, കൃത്യസമയത്ത് ഉറങ്ങുന്നുണ്ട്, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ സ്ട്രെസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്തതിന് ശേഷമാണ് അവർ ഇത്തരത്തിൽ ക്രീം പുരട്ടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രീമുകൾ പുരട്ടുന്ന സമയത്ത് എന്തായാലും ചെറിയ തരത്തിലുള്ള ഒരു എൻഹാൻസ്മെൻറ്റ് അവർ സ്കിന്നിൽ കാണാനുണ്ടാവും. പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെ വെറും ക്രീം പുരട്ടി കഴിഞ്ഞിട്ട് നമ്മളെ സ്കിന്ന് ഗ്ലോ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ പൊട്ടത്തെറ്റാണ്. കൃത്യമായിട്ടുള്ള ആഹാരം, കൃത്യമായിട്ടുള്ള ഉറക്കം, കൃത്യമായിട്ടുള്ള സ്ട്രെസ് മാനേജ്മെൻറ്റ് ഒക്കെ ചെയ്തതിന് ശേഷം ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ പുരട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ചില സമയത്ത് ഗ്ലോ ആയിട്ട് കാണാൻ പറ്റും. കൃത്യമായിട്ട് ആഹാരം കഴിക്കാതെ, കൃത്യമായിട്ട് വ്യായാമം ചെയ്യാതെ, കൃത്യമായിട്ട് ഉറങ്ങാതെ ഇത്തരം ക്രീമുകൾ പുരട്ടി എൻ്റെ സ്കിന്ന് ഗ്ലോ ആവുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന ആൾക്കാർക്ക് ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാണുന്ന ആരെങ്കിലും ഇപ്പം ഈ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടോ? ആ ക്രീം യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക.